ദീപക് മലയമ്മ നമുക്കൊപ്പം. ദീപക് മലയമ്മ, ഈശ്വർ മാൽപ്പയും സംഘവും ശക്തമായ അടിയൊഴുക്കും മറികടന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ നദിയിലേക്ക് റോപ്പുകളൊക്കെ ബന്ധിപ്പിച്ച് സാധാരണ ഇറങ്ങുന്ന അതേ രീതിയാണോ അവർ അവലംബിക്കാൻ പോകുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? സുജയ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈശ്വർ മൽപ്പയും സംഘവും അവിടെ പരിശോധന നടത്തിയിട്ടുണ്ട്. ആ ഗംഗാവലി നദിയുടെ അടിയൊഴുക്കുൾപ്പെടെ പരിശോധിച്ച് അതിൻ്റെ ഒരു രൂപത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് ടഗ് ബോട്ടുകൾ ആ മേഖലയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ടഗ് ബോട്ടുകൾ എത്തിച്ച് അവിടെ നങ്കൂരമിട്ട് നിർത്തിയാൽ മാത്രമായിരിക്കും കൃത്യമായി മറ്റ് ഡിഗ്ഗി ബോട്ടുകൾ ഉൾപ്പെടെ മത്സ്യബന്ധന ബോട്ടുകൾ ഉൾപ്പെടെ ആ മേഖലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് താഴെത്തട്ടിലേക്ക് പോകാനുള്ള അനുമതി ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുക എന്നുള്ളൊരു വിവരവും കൂടി ഈ ഒരു ഘട്ടത്തിൽ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അല്പസമയവും കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിലെ അണ്ടർ കറന്റ് ഏതാണ്ട് 5 knotsന് മുകളിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ഗംഗാവലിയിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ. അവിടെ വലിയ തോതിലുള്ള ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല, മറിച്ച് കുത്തൊഴുക്ക് അതേ രീതിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഇന്നലെയും നേവി സംഘം പൂർണ്ണമായും ഡൈവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴൊക്കെ തന്നെ കൃത്യമായ അനുമതി കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് താഴെത്തട്ടിലേക്ക് ഒരു പരിധി കഴിഞ്ഞ് മുങ്ങാങ്കുഴിയിട്ട് പോകാനുള്ള സാഹചര്യം ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായിരുന്നു. അത്തരത്തിലായിരുന്നു കുത്തൊഴുക്ക് ഉണ്ടായത്. ഇപ്പോൾ അല്പം മുൻപ് നേരത്തെ മുബഷിർ പറഞ്ഞതുപോലെ ഒരു മഴയുടെ സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് മാറിയിട്ടുണ്ട്. പക്ഷേ അന്തരീക്ഷം വീണ്ടും മേഘാവൃതമാകുന്ന സാഹചര്യം രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് സാധ്യമായ എല്ലാ ഘടകങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ തന്നെ എത്തിച്ച മത്സ്യബന്ധന ബോട്ടുകൾ ഉൾപ്പെടെ ആ മേഖലയിലേക്ക് ക്രമീകരിച്ചുകൊണ്ട് ആ ഇടത്ത് കൃത്യമായി ആങ്കറിംഗ് നടത്താനുള്ള ശ്രമങ്ങൾ ഈ ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം നടത്തുമെന്നുള്ളത് തന്നെയാണ്. അതിന് മുന്നോടിയായിട്ടാണ് നേവി സംഘത്തെ കൂടി ചേർത്തുകൊണ്ട് ഒരു സംയുക്ത പരിശോധന ആ മേഖലയിൽ നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ അവിടെ അനുകൂലമായ മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് ആ നദിയുടെ 132 മീറ്റർ അകലെ കണ്ടെത്തിയിട്ടുള്ള സ്പോട്ട് 4 അത് സ്ഥിതി ചെയ്യുന്നത് ആ മൺകൂനയുടെ തൊട്ടരികിലായി മൺകൂന നിൽക്കുന്ന ആ മേഖലയിൽ തന്നെയാണ്. അതുകൊണ്ട് ആ മൺകൂനയിലേക്ക് ഏതെങ്കിലും തരത്തിൽ ബോട്ടുകൾ ഘടിപ്പിച്ച് അവിടെ ഒരു നങ്കൂരമിടാനുള്ള സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പോണ്ടൂണുകൾ എത്തിക്കാനുള്ള തീരുമാനമുണ്ടായിരുന്നു. അത് വൈകുന്ന സാഹചര്യമുണ്ട്. ഒരു പക്ഷേ അത്തരത്തിൽ പോണ്ടൂണുകൾ ഇന്നലെ എടുത്ത തീരുമാനപ്രകാരം ഇന്ന് രാവിലത്തേക്ക് എത്തിക്കുകയായിരുന്നെങ്കിൽ ഈ ഈശ്വർ മാൽപ്പ അടക്കമുള്ള സംഘം എത്തുമെന്ന് അറിയാവുന്ന ജില്ലാ ഭരണകൂടത്തിന് കൂടുതൽ കാര്യക്ഷമമായി ഇടപെടാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പക്ഷേ നഷ്ടപ്പെടുത്തി എന്ന് നമുക്ക് തുറന്നു തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ദൗത്യത്തിലേക്ക് പൂർണ്ണമായും കടക്കുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഈശ്വർ മാൽപ്പയ്ക്കും സംഘത്തിനും നിലവിലെ സാഹചര്യത്തിൽ അവിടെ ഡൈവ് ചെയ്യുന്നതിന് അനുമതി കിട്ടിയിട്ടില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ അവർ ഒരു കോൺഫിഡൻസ് മുന്നോട്ട് വെച്ചാൽ പോലും മനുഷ്യജീവനുകൾക്ക് വില നൽകുന്നത് കൊണ്ട് തന്നെ ഒരു റിസ്ക് എടുക്കാനുള്ള സാധ്യതകൾ തുച്ഛമാണ്. പക്ഷേ ഇത്തരം മേഖലകളിൽ മുൻ അനുഭവങ്ങളുള്ള പരിജ്ഞാനമുള്ള സംഘമാണ് ഈശ്വർ മാൽപ്പയുടേത്. ഒപ്പം തന്നെ നേവിയുടെ വൈദഗ്ധ്യമുള്ള സൈനികരും അവിടെയുണ്ട്, നാവികരുമുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ച് പക്ഷേ ഈ അടിയൊഴുക്ക് ഇങ്ങനെ തന്നെ വലിയ രീതിയിൽ ക്രമാതീതമായി തുടരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടത്തിന് അത് അനുമതി കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് കൂടിയാലോചനകൾക്ക് ശേഷം മാത്രം എത്താൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ വരുന്ന വിവരം. എന്തായാലും പരിശോധനകൾ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് തന്നെ അതിന് പോംവഴികൾ കണ്ടെത്തുകയും ആ മേഖലയിലേക്ക് പൂർണ്ണമായും ഡൈവ് ചെയ്തിറങ്ങിക്കൊണ്ട് ആ ലോറിയുടെ അടുത്തേക്ക് എത്തുകയും അതിൻ്റെ ക്യാബിൻ നേരത്തെ മേജർ ഇന്ദ്രപാലിൻ്റെ റിപ്പോർട്ട് ഉൾപ്പെടെ വന്നത് പ്രകാരം മുകൾ ഭാഗത്തേക്ക് പൊങ്ങി നിൽക്കുന്ന രീതിയിലാണ് എന്നുള്ളതാണ്. അവിടെ മണ്ണ് നീക്കം സുഗമമായി നടത്തിയതിന് ശേഷം അതിൻ്റെ ക്യാബിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് തന്നെ നമ്മൾ കരുതുന്നുണ്ട്. കാരണം അറബിക്കടലിനോട് ഉൾപ്പെടെ മല്ലിട്ടിട്ടുള്ളവരാണ്. മത്സ്യത്തൊഴിലാളികളുടെ കരുത്ത് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ ഇതിനെയൊക്കെ വളരെ നിസ്സാരമായി തന്നെയാണ് കാണുന്നത്. അത്തരത്തിലുള്ള വളരെ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പ്രതികരണമാണ് നേരത്തെ ഈശ്വർ മാൽപ്പയുടെ ഭാഗത്ത് നിന്ന് വന്നത്. അദ്ദേഹത്തിൻ്റെ ടീമിനോട് സംസാരിക്കുമ്പോഴും അവരും അത്തരത്തിലുള്ള പ്രതികരണമാണ് നടത്തിയത്. ഏതാണ്ട് 2 പതിറ്റാണ്ട് കാലത്തോളം ഇത്തരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച പരിചയ സമ്പത്തുണ്ട് ഈശ്വർ മാൽപ്പയ്ക്ക്. അദ്ദേഹത്തിൻ്റെ ടീമിനും അത്തരത്തിൽ നിരവധിയായ സംഭവങ്ങളിൽ പങ്കെടുത്ത് രക്ഷാദൗത്യങ്ങളിൽ പങ്കെടുത്ത് കിട്ടിയ കരുത്തും ഊർജ്ജവുമുണ്ട്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ സമഗ്രമായി ഇടപെടാനുള്ള കരുത്ത് ആ ടീമിനുണ്ട്. ആ ടീമിനൊപ്പം തന്നെ നേവിയും കൂടി ചേരുമ്പോൾ അത് വലിയ കരുത്തായി മാറും. പക്ഷേ അപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രതിസന്ധി അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ പ്രതിസന്ധി പെട്ടെന്ന് തന്നെ തരണം ചെയ്യുമെന്നും ഒപ്പം തന്നെ ആ നദിയിൽ ഇത്തരത്തിൽ സ്പോട്ട് 4 കേന്ദ്രീകരിച്ചുകൊണ്ട് ഊർജിതമായ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നും ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. സുജയ.